الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയത്തിന് തഖ്വാബോധമല്ലാതെ മറ്റൊരു മാർഗമില്ല. പഠിച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറോ. നാം വളരെ അഭിമാനപൂർവം നെഞ്ചേറ്റിയ ആദർശ പ്രസ്ഥാനമാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും മഹത്തായ ദൈവിക അനുഗ്രഹമാണ്. എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും ആക്രമിക്കപ്പെടുന്ന മതം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായിരിക്കും ഉത്തരം. എന്തുകൊണ്ട് ഇത്രയും ഉത്കൃഷ്ടമായ ഒരു ജീവിത വീക്ഷണം നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നത് ഏതൊരു സത്യാന്വേഷിയുടെയും മനസ്സിൽ ഒരു ചോദ്യമാണ്. ഇസ്ലാമിന്റെ വക്താക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന തികച്ചും കൃത്യമായ ഒരു ഉത്തരം ഈ വിഷയത്തിൽ
നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്തുകൊണ്ട് എപ്പോഴും പ്രതിയാക്കപ്പെടുന്നു, എന്തുകൊണ്ട് എപ്പോഴും പ്രതിരോധ മുഖത്ത് നിലനിൽക്കേണ്ടി വരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പ്രവാചക നിന്ന നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലെല്ലാം പിന്നിൽ ഒരു മുസ്ലിം പേര് കണ്ടെത്തുവാൻ സമൂഹം ആഗ്രഹിക്കുന്നു. നാം പോലും ആശങ്കയോടുകൂടി അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ മീഡിയകളുടെ അതിശക്തമായ പ്രചരണങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ പോലും ഇത്തരത്തിലുള്ള ആശങ്കകളും അതേപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും കടന്നു വരാനിടയുണ്ട്. അങ്ങനെ ക്രമേണ നമ്മുടെ ഇസ്ലാം മെല്ലെ മെല്ലെ അത് മനസ്സിനകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായിട്ട് മാറിപ്പോകും. ഒരുപക്ഷെ അമർഷം, അല്ലെങ്കിൽ ദുഃഖം, അല്ലെങ്കിൽ നിരാശ, ഇങ്ങനെ പല പ്രതികരണങ്ങളുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു 15 വർഷം മുമ്പ്, ഏതാണ്ട് 90കളുടെ അവസാനത്തിൽ പാശ്ചാത്യൻ അവരുടെ ഡിക്ഷണറികളിൽ എഴുതി ചേർത്ത പുതിയൊരു പദപ്രയോഗം ഇസ്ലാം ഫോബിയ എന്നാണത്. ഇസ്ലാം ഭീതി, ഇസ്ലാമിനെ ഭയക്കുക. അത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രയോഗമായിരുന്നു. ഫോബിയ എന്ന് പറഞ്ഞാൽ ഒന്നിനെ അകാരണമായിട്ട് ഭയപ്പെടുക എന്നാണ്. ചിലപ്പോൾ കുട്ടിക്കാലത്ത് ഏതെങ്കിലും വസ്തുവെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ ഭയമുള്ളതായിട്ട് തോന്നിയാൽ പിന്നെ മുതിർന്നാലും അതിനെക്കുറിച്ചുള്ള ഭയം മനസ്സിൽ ബാക്കി നിൽക്കുന്നത് കാണാം. ഒന്നിനെ അകാരണമായിട്ട് ഭയക്കുക എന്നതാണ് ഫോബിയ. ഇസ്ലാം ആ അർത്ഥത്തിൽ ഭയപ്പെട്ട് മാറ്റി നിർത്തപ്പെടേണ്ട എന്തോ ഒന്നാണ് എന്ന് ബോധപൂർവം പാശ്ചാത്യർ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനോട് ഭയം തോന്നിപ്പിക്കാം, ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പ് സൃഷ്ടിക്കപ്പെടുക, ആളുകൾക്ക് മുമ്പിൽ ആ അർത്ഥത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തപ്പെടുക എന്നത് വളരെ ശക്തമായിട്ട് മീഡിയകൾ ലോകത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പോലും താടിയായാലും പർദ്ദയായാലും പള്ളിയായാലും മിനാരമായാലും ഏതുമാകാം, എല്ലാം ഈ അർത്ഥത്തിൽ ഭീകരതയുടെ പര്യായമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലതരത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് ആഗോളതലത്തിൽ തന്നെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് അവർ പറയുന്ന ചില ആരോപണങ്ങൾ, അതിലൊന്ന്, ഇസ്ലാം ഒരു ഏകശില മതമാണ്. ഏകശില എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ കഴിയാത്ത, ചലനാത്മകമല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുന്നില്ല. കാലം എത്ര മുന്നോട്ട് പോയി, ലോകം ആധുനികം ഉത്തരാധുനികം എന്നൊക്കെ പറഞ്ഞിട്ട് പല ദുഷിച്ച സംസ്കാരങ്ങളെ വാരിപ്പുണർന്നു. ഇതൊന്നും സ്വീകരിക്കുവാൻ ഈ ഇസ്ലാമിന്റെ ആളുകളെ കിട്ടുന്നില്ല എന്നതാണ് അവർ പറയുന്ന മുഖ്യമായ ഒരു ആരോപണം. ഇസ്ലാം മാറ്റത്തെ ഉൾക്കൊള്ളുന്നില്ല. ആധുനികവൽക്കരിക്കപ്പെട്ട ഈ നാഗരികതയിൽ എന്തുകൊണ്ട് ഇസ്ലാം പുതിയ പുതിയ മാറ്റങ്ങളെ ഏറ്റുവാങ്ങുന്നില്ല? അവരുദ്ദേശിക്കുന്നത് കേവല ഭൗതികമായ ആസ്വാദനങ്ങളും കമ്പോള സംസ്കാരവുമായി ബന്ധപ്പെട്ട മാറ്റമാണ്. അതിലേക്ക് ഇസ്ലാം അതിവേഗം കടന്നു ചെല്ലുന്നില്ല എന്നത് അവരനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അത് മുഖ്യമായും അവരുടെ കച്ചവട താല്പര്യത്തെയാണ് ബാധിക്കുന്നത്. സൗന്ദര്യ ബോധമുണ്ടല്ലോ, സൗന്ദര്യ വസ്തുക്കൾ, അത്തരത്തിലുള്ള സാധനങ്ങളുടെ വിൽപ്പന വിപണി ഈ വാർത്ത കാരണമായിട്ട് വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യന്റെ സംസ്കാരത്തെ എങ്ങനെയെങ്കിലും ദുഷിപ്പിച്ചെടുത്തിട്ട് അവരുടെ കമ്പോളത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ മുസ്ലിം സമൂഹത്തെ കഴിയുന്നില്ല എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം. മറ്റ് സംസ്കാരങ്ങളുമായിട്ട് ഇസ്ലാം വല്ലാതെ അങ്ങ് കൂടിക്കലയുന്നില്ല. ഇസ്ലാമിന്റെ ആഘോഷമായാലും നിലപാടുകളായാലും വസ്ത്രധാരണ രീതിയായാലും എല്ലാത്തിനും വേറിട്ട ഒരു അസ്തിത്വം ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്നു എന്നത് ഇസ്ലാമിന്റെ പ്രതിയോഗികളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
മറ്റൊന്ന് അവർ കണ്ടെത്തുന്നത് ഇസ്ലാമിന് രാഷ്ട്രീയ മുഖമുണ്ട് എന്നതാണ്. മറ്റ് മതവിഭാഗങ്ങൾ ആത്മീയ തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ ഇസ്ലാം അതിനും അപ്പുറത്ത് പല ഇടപെടലുകളും നടത്താൻ ശ്രമിക്കുന്നു. അതിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അതിനെ ഭയപ്പെടുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം മനുഷ്യന്റെ സാമൂഹിക, നാഗരിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരേപോലെ ദൈവികമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു എന്നത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഇത് അവർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം അപരിഷ്കൃതമാണ്, ഇസ്ലാം ഭീകരമാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള പല പദപ്രയോഗങ്ങളും നിരന്തരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കും തോന്നും, എന്തിനാണ് ഇസ്ലാം ഇങ്ങനെയൊക്കെ ആവുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പരിവേഷമുള്ള ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായാൽ പോലെ ആത്മീയമായ സംതൃപ്തി ലഭിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോൾ വിവാദത്തുകളിൽ മുഴുകുമ്പോൾ ലഭിക്കുന്ന ആത്മീയമായ ഒരു സായുജ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇസ്ലാമിനെ വലിച്ചെടുക്കുന്നത് എന്നൊരു പക്ഷെ നമുക്ക് പോലും തോന്നിപ്പോകും. അങ്ങനെ നമുക്ക് തോന്നിക്കിട്ടുക എന്നതാണ് അവരുടെ വിജയം. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. നാം നമ്മിലേക്ക് ഉൾവലിയണം, നാം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കണം എന്നത് സ്വാഭാവികമായി അവർ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് നാം ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമായത് അല്ലാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ ആദർശം അത് അചഞ്ചലമാണ്. ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും അത് അചഞ്ചലമായി നിലകൊള്ളുന്ന ആദർശവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഈ ദീനിന്റെ മേൽക്കൂര, നെടും തൂണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാം അതിന്റെ നാഗരികതയെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടാണ്. എന്നിട്ട് മല്ലമല്ലേ അത് ഒരു സ്വതന്ത്ര സാമൂഹിക വ്യവസ്ഥയായിട്ട് മാറി. മദീനയിൽ അതൊരു പരമാധികാര റിപ്പബ്ലിക്കായിട്ട് മാറി. അങ്ങനെ ഇസ്ലാമികമായ എല്ലാ നിയമശാസനകളും നടപ്പിലാക്കാൻ കഴിയുന്ന പരമാധികാര രാഷ്ട്രമായിട്ട് അത് രൂപപ്പെട്ടു. അതിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് മനുഷ്യന്റെ വികസിതമായ എല്ലാ നാഗരിക ഭാവങ്ങളിലേക്കും അത് വികസിക്കുക തന്നെ ചെയ്യും എന്നത് അതിന്റെ പ്രത്യേകതയാണ്. അവസരം കിട്ടുമ്പോൾ അത് അതിന്റെ പൂർണ്ണത പ്രാപിക്കും. ഇത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ നാം ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ പേഴ്സണൽ ലോ, വ്യക്തി നിയമങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇത് മാത്രമാണ് ഇസ്ലാം. വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ നമ്മുടെ സാംസ്കാരികമായ ചില കർമ്മങ്ങൾ, ജനനം, മരണം, വിവാഹം, അതുപോലെ അനന്തരാവകാശം തുടങ്ങിയ മേഖലകളിൽ മാത്രം പരിമിതപ്പെട്ട ഒരു ഇസ്ലാമാണ് ഇപ്പോൾ നാം നടപ്പിൽ വരുത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ നാം ഉൾക്കൊള്ളണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയ ആ ഖിലാഫത്തിന്റെ പൂർണ്ണതയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ സംസ്കാരം അത് സ്വതന്ത്രമാണ്. അത് ആരിൽ നിന്നും കടമെടുത്തതല്ല, അത് ആരിൽ നിന്നും അനുകരിക്കേണ്ടതുമല്ല. അത് സ്വതന്ത്രം എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ചേർത്ത് നാം ഉൾക്കൊള്ളുന്ന ആ വചനമൊന്നല്ല, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്. അതുകൊണ്ട് ആ ദൂതനിലൂടെ നമുക്ക് ലഭിച്ച അധ്യാപനങ്ങൾ മാത്രമേ നാം നമ്മുടെ സംസ്കാരമായി സ്വീകരിക്കൂ. കാലം എത്ര വികസിച്ചാലും എത്ര പുരോഗമിച്ചാലും അതാണ് നമ്മുടെ അടിത്തറ. അതാണ് രണ്ട് ശഹാദത്തുകൾ ബാങ്കിലൂടെ, ഖാമത്തിലൂടെ ഒക്കെ നിരന്തരം നാം ഉരുവിടുന്നത്. കേവല വാക്കുകളല്ല, നമ്മുടെ ആദർശം ഭദ്രമാണ്, നമ്മുടെ സംസ്കാരം മുഹമ്മദ് റസൂലുള്ളാഹിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാം എന്നത് ഒരു സമ്പൂർണ്ണ ജീവിത ശൈലിയാണ്. സമ്പൂർണ്ണമാണത്. മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ടതില്ലാത്ത വിധം സമ്പൂർണ്ണമാണ്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ അത് കാലം കൊണ്ട് പഴഞ്ചനാണ് എന്ന് പറഞ്ഞേക്കാമെങ്കിലും അത് പ്രയോഗതലത്തിൽ ഏറ്റവും ബുദ്ധനാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. പ്രതിയോഗികളുടെ കേവലമായ പദപ്രയോഗങ്ങൾക്ക് മുമ്പിൽ
പതറിപ്പോകേണ്ടവരല്ല ഇസ്ലാമിക സമൂഹം എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ഒരു നീതി പുലരുന്ന, സത്യവും സമാധാനവും നിലകൊള്ളുന്ന ഒരു നാഗരികത കെട്ടിക്കൊടുക്കണം എന്നത് നമ്മുടെ സ്വപ്നമാണ്. ഓരോ മുഅ്മിനിന്റെയും മനസ്സിലുണ്ടാവേണ്ട സ്വപ്നമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയ ആ ഖിലാഫത്തിന്റെ മാതൃകയിൽ എന്നെങ്കിലും ഈ ലോകം മാറണം എന്നത് നമ്മുടെ മനസ്സിലെ ഉത്കടമായ ആഗ്രഹമായിരിക്കണം. പക്ഷെ ഒരിക്കലും ആ മാർഗത്തിൽ നാം ആരെയും ഭയപ്പെടുത്തുന്നില്ല, നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ വ്യക്തമായ പ്രഖ്യാപനമാണ്. ദീനിൽ ബലാത്കാരമില്ല. ആരെയും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മാർഗം കൂട്ടുക എന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ രീതിയല്ല. അതേപോലെ അല്ലാഹുവിന്റെ ദീൻ ഒരിക്കലും അസഹിഷ്ണുത വെച്ചു പുലർത്തുന്നില്ല. ദീൻ ബഹുസ്വരതയെ അംഗീകരിക്കുന്നുണ്ട്. ഒരു നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, മതം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉണ്ടാകാം. അതിനെ ഖുർആൻ തീർച്ചയായും അംഗീകരിക്കുകയും ചെയ്യുന്നത്. വലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. എല്ലാവർക്കും മുന്നിലുള്ള ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അവർ ആ മാർഗത്തിൽ മുന്നേറിക്കൊള്ളട്ടെ. എന്നാൽ നിങ്ങൾ നന്മയുടെ പക്ഷത്താണ് മുന്നേറേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ബഹുസ്വരതയെ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് നാം മനസ്സിലാക്കുകയാണ്. അന്യമതസ്ഥരോട്, അന്യ സമൂഹങ്ങളോട് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് വളരെ വിശാലവും വളരെ സഹിഷ്ണുതയോട് കൂടിയതുമാണ്. നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഏറ്റവും നല്ലതുകൊണ്ട് തിന്മയെ പ്രതിരോധിക്കൂ. ഇങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെയാകുമ്പോഴോ നിങ്ങൾക്കിടയിൽ ആരുമായെങ്കിലും ശത്രുത നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിച്ചാൽ അവർ നിങ്ങളുടെ ആത്മമിത്രങ്ങളായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതാണ് അവർക്ക് കാണാൻ പറ്റിയത്. ഈ കഴിഞ്ഞു പോയ 15 നൂറ്റാണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഈ മഹത്തായ അധ്യാപനങ്ങളുടെ ചരിത്രപരമായ സാക്ഷ്യം നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ സവിശേഷത. അല്ലാഹുവിന്റെ ദീനിനെ ഇങ്ങനെ ഭയപ്പെടുത്തി മാറ്റി നിർത്തേണ്ട ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പുതിയ കാലത്ത് ഉണ്ടായ ഒന്നല്ല. ഇസ്ലാമോഫോബിയ എന്ന പദപ്രയോഗത്തിൽ നിന്ന് ആരംഭിച്ചതല്ല. അതവർ പുതുതായിട്ട് വീണ്ടും പുനരവതരിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യാരംഭം മുതൽക്ക് തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെയും പ്രവാചകന്മാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, സമൂഹ മധ്യത്തിൽ അവര് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. മഹാനായ നൂഹ് അലൈഹിസ്സലാം രംഗത്ത് വന്നപ്പോൾ സമൂഹം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, താങ്കൾ ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ട ആളായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? ഉച്ചനീചത്വം പാടില്ല, ബിംബാരാധന പാടില്ല, ഏകനായ ദൈവത്തിലേക്ക് തിരിയണം, ഇതൊക്കെ വഴികേടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൂഹ് അലൈഹിസ്സലാമിനെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. ഹൂദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിശ്ചയം താങ്കളെ ഞങ്ങൾ വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്തൊരു വ്യക്തിത്വമാണ്! ഈ സുന്ദരമായ ഈ ലോകം ആസ്വദിക്കുക എന്നതല്ലാതെ അത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ എന്തുകൊണ്ട് കാര്യം? താങ്കൾ വ്യാജനാണ്, കളവ് പറയുന്നവരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അവർ ഹൂദ് അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്. ലൂത്ത് അലൈഹിസ്സലാം അസാധാരണ രംഗത്തുള്ള പ്രവാചകനാണ്. എന്നാൽ ലൂത്ത് നബിയോട് പറഞ്ഞത് അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും. ലൂത്ത് നബിക്കെതിരിൽ, അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരിൽ അവർ മീറ്റിംഗ് കൂടിയിട്ട് പറയാണ്, അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് അവരെ നിങ്ങൾ പുറത്താക്കണം എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സദാചാരത്തിന് വേണ്ടി, ധാർമ്മിക വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് ലൂത്ത് അലൈഹിസ്സലാം രംഗത്ത് വന്നത്.
പക്ഷേ അദ്ദേഹത്തിനെതിരിൽ ഉണ്ടായ പ്രതികരണമാണ് ഇന്നഹും ഉനാസും യതതഹറൂൻ, ഇവർ വല്ലാത്ത ഒരു വിശുദ്ധി ചമഞ്ഞ ആളുകൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കൊച്ചാക്കാൻ ശ്രമിച്ചു. ലൂത്ത് അലൈഹിസ്സലാമിനെ ശുഐബ് അലൈഹിസ്സലാം രംഗത്ത് വന്നല്ലോ. അളവ് തൂക്കങ്ങളിലെ കൃത്രിമം, കച്ചവട രംഗത്തെ കൃത്രിമങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വളരെ ശക്തമായി ശുഐബ് അലൈഹിസ്സലാം ആഹ്വാനം ചെയ്തപ്പോൾ അവർക്കത് വല്ലാതെ കൊണ്ടു. അവർ പറഞ്ഞു, ലനുഖ്രിജന്നക ശുഐബ്, താങ്കൾ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. വല്ലദീന ആമനൂ മഅക, താങ്കളോടൊപ്പം വിശ്വസിച്ച ആളുകളെ ഞങ്ങൾ പുറത്താക്കും. മിൻ ഖറിയതിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ഔ ലതഅഉദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നീയും നിന്നോടൊപ്പം ചേർന്നവരും ഞങ്ങളുടെ മില്ലത്തിലേക്ക് വരണം, കറുവാപ്പതി എന്ന് പറഞ്ഞു. ഞങ്ങളിലേക്ക് വരണം, ഞങ്ങൾ ഏത് സംസ്കാരമാണ് ഉൾക്കൊണ്ടത് അതിലേക്ക് തിരിച്ചു വരണം എന്നായിരുന്നു അവര് ശുഐബ് അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. കാരണം അവരുടെ തെറ്റായ സാമ്പത്തിക ക്രമത്തെ ശുഐബ് അലൈഹിസ്സലാം എതിർത്തു എന്നതായിരുന്നു നമുക്ക് കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മൂസാ അലൈഹിസ്സലാമിൽ എത്തുമ്പോൾ, മൂസാ അലൈഹിസ്സലാം ഫിർഔനിനെ ഹിദായത്തിലാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആ സമൂഹത്തെ. മാത്രമല്ല, അഴിച്ചുമറുക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കുക എന്ന ദൗത്യം കൂടി മൂസാ അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. മൂസാ നബിയോട് അവർ ആദ്യം പറഞ്ഞു, ഇന്നഹാദാ ലസാഹിറുൻ അലീം, ഇത് ഒരു പഠിച്ച ജാലവിദ്യക്കാരനാണ്. ജാലവിദ്യ നിലനിൽക്കുന്ന കാലമാണ്. മൂസാ അലൈഹിസ്സലാം വടിയെറിഞ്ഞപ്പോ അത് പാമ്പായി മാറിയപ്പോ അതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച വാക്കാണ് ഇയാളൊരു പഠിച്ച മജീഷ്യനാണ് എന്ന പ്രയോഗം. എന്നാൽ പിന്നീട് മത്സരം നിശ്ചയിക്കപ്പെട്ടല്ലോ. ജാലവിദ്യക്കാരും മൂസാ അലൈഹിസ്സലാമും തമ്മിൽ തുറന്ന സ്റ്റേഡിയത്തിൽ പകൽ വെളിച്ചത്തിൽ മത്സരം തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ മത്സരത്തില് ജാലവിദ്യക്കാർ തോറ്റു, മൂസാ അലൈഹിസ്സലാം വിജയിച്ചു. അപ്പൊ അടുത്ത പ്രയോഗം, യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും, ഈ മൂസയെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇയാൾ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്നാ പറഞ്ഞത്. അതിലും വലിയ ഭീകരതയുണ്ടാവും. ഒരു സമൂഹത്തെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ മാത്രം ഭീകരനാണ് ഈ മൂസ എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. ആലോചിച്ച് നോക്കും, മർദ്ദിത ജനതയുടെ പ്രതിനിധിയായ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് അതാണ്. മാത്രമല്ല, ഇവർ നിങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്. ഇങ്ങനെ മീഡിയ ഏറ്റെടുത്ത് വളരെ ശക്തമായ പ്രചരണം ഇളക്കിവിടുകയാണ് ചെയ്തത്. പക്ഷേ എന്താണ് പിന്നീട് ഉണ്ടായത് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സാമ്രാജ്യത്വവാദിയായ ഫിർഔനിനെയും സമൂഹത്തെയും നശിപ്പിച്ചു കളയുന്നതാണ് കാണാൻ പറ്റിയത്. മത്സരം പരാജയപ്പെട്ടപ്പോ ഫിർഔൻ തികച്ചും ഫാഷിസ്റ്റ് ശൈലിയിൽ പ്രതികരിച്ചു. സനുഖത്തിലു അബ്നാഅഹും, ഇവരിലെ ആൺമക്കളെ കൊന്നുകളയണം. വനസ്തഹീ നിസാഅഹും, ഇവരിലെ സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തണം എന്നായിരുന്നു അവസാനം അവർ നടത്തിയ ഭീഷണി. ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും. തുടർന്നിങ്ങോട്ട് ചരിത്രം ആവർത്തിക്കപ്പെടുന്നുണ്ട്. അലക്സാണ്ടറിന്റെ കാലത്തായാലും അതുപോലെ റോമും പേർഷ്യയും കുരിശ് യുദ്ധങ്ങളും ആർത്താരികളുടെ ആക്രമണവും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന്റെ പിറവിയും ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ പഠിച്ചു നോക്കും. എവിടെയും ഇസ്ലാമിനെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള അതിശക്തമായ ആക്രമണ ശൈലി നിലനിൽക്കുന്നത് കാണാം. എന്താ ഇതിന്റെ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. റസൂലേ, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ, ഈ ജൂത ക്രൈസ്തവ ലോബികൾ താങ്കൾ തൃപ്തിപ്പെടുകയില്ല. വലൻ തർദാ, ഒരിക്കലും താങ്കൾ തൃപ്തിപ്പെടില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, താങ്കൾ അവരുടെ മില്ലത്ത്, അവരുടെ സംസ്കാരം, അവരുടെ ജീവിതശൈലി, അവരുടെ വിശ്വാസം എപ്പോൾ വാരിപ്പുണരുന്നുവോ അതുവരെ അവർ താങ്കളെ പിന്തുണക്കുകയില്ല. ഖുർആൻ വളരെ ഖണ്ഡിതമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്ലാം എന്നും പ്രതിസ്ഥാനത്തായിരിക്കും. ഇസ്ലാം എന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇസ്ലാമിനെ കുറിച്ച് ഭീതി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നത് കാലം സാക്ഷിയായ കാര്യമാണ്. അങ്ങനെ തന്നെയായിരിക്കും ഒരുപക്ഷെ നാം ഇനിയും മുന്നോട്ട് പോകുന്നത് എന്നതാണ്. വളരെ മുമ്പ് ഇസ്ലാമിലെ
ധിഷണാശാലിയായ നിരീക്ഷകൻ പണ്ഡിതൻ ഷഹീദ് സയ്യിദ് ഖുത്ബ് 1951 ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്രാജ്യത്വം ഭയപ്പെടുന്നത് ആത്മീയ ഇസ്ലാമിനെയല്ല. അങ്ങനെയുണ്ടല്ലോ, ആത്മീയമായ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ആരും ഭയപ്പെടില്ല. അതേസമയത്ത് അവർ ഭയപ്പെടുന്നത് ഇസ്ലാമിന്റെ സാമൂഹിക മുഖത്തെയാണ്. ഇസ്ലാമിന് സാമൂഹിക മുഖമുണ്ട്, ഇസ്ലാമിന് രാഷ്ട്രീയ മുഖമുണ്ട്. ഇസ്ലാം അധിനിവേശത്തിനെതിരെ ശബ്ദിക്കും, ഇസ്ലാം അക്രമത്തിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും, ഇസ്ലാം നീതിക്ക് വേണ്ടി നിലകൊള്ളും, അതുകൊണ്ട് അക്രമിയുടെ കൈക്ക് പിടിക്കും എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ്. തീർച്ചയായും അവർ ഭയപ്പെടുന്നത് അതിനെയാണ്. അത്തരത്തിൽ ഒരു ഫത്വ ചോദിച്ചാൽ ലോകത്തിന് യഥാർത്ഥത്തിൽ ശാന്തി ലഭിക്കുന്ന, മോചനം ലഭിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഏത് എന്ന ചോദ്യത്തെ അവർ ഭയപ്പെടുന്നു. കാരണം ഇസ്ലാമാണ് അതിന്റെ ഉത്തരം എന്നവർക്കറിയാം. എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ വധുവിന്റെ ഷർത്തും ഫർദും അതല്ലെങ്കിൽ കുളിയുടെ ഷർത്തും ഫർദും ചോദിച്ചോളൂ, അതിനവർക്ക് യാതൊരു ഭയമില്ല. അവരത് ഇഷ്ടപ്പെടുന്നു, ആത്മീയ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു. സാമൂഹികമായി ഇടപെടലുകൾ നടത്തുന്ന ഇസ്ലാമിനെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഷഹീദ് സയ്യിദ് ഖുത്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഏത് പക്ഷത്ത് നിൽക്കണം എന്ന് നാം തീരുമാനിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അല്ലാഹുവിന്റെ ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച് വളർത്തി കാണിച്ചു തന്നിട്ടുള്ള വിജയിപ്പിച്ചെടുത്ത ദീൻ, ആ ദീൻ സമ്പൂർണമായ ദീനാണ്. ആ ദീനിൽ നിന്ന് ഒന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധ്യമല്ല. ഞാൻ ആത്മീയ ഇസ്ലാമിനെ മാത്രം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമം അത് കുഴപ്പമില്ല, എനിക്ക് അതാണ് താല്പര്യം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് മാത്രം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹത്തിന് വഴിമാറാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാമിനെ അവർ ഭയപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഒന്ന് അതിന്റെ ആദർശം തന്നെയാണ്. ഇസ്ലാം സകല അടിമത്തങ്ങളെയും നിരാകരിക്കുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാത്ത സകല അടിമത്തങ്ങളെയും, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, മനുഷ്യനിർമ്മിതമായ കാഴ്ചപ്പാടുകൾ, പ്രസ്ഥാനങ്ങൾ, അത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ, ഏകാധിപത്യ പ്രവണതകൾ, സകലതിനെയും ഇസ്ലാം നിരാകരിക്കാൻ ചെയ്യുന്നത്. അവിടെയാണ് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഉജ്ജ്വലമായി അല്ലാഹു അക്ബർ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല. അല്ലാഹു ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും വലിയവനാണ്, അവന്റെ മുകളിലേക്ക് ഒന്നുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. കണക്കെടുപ്പുകൾ നടത്തിയിട്ട് ഭയപ്പെട്ടാണ് ആളുകൾ പലപ്പോഴും പല പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ലോകത്ത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന പ്രസ്ഥാനം, ആദർശം ഇസ്ലാമാണ്. മറ്റു മതങ്ങൾ കേവലം ആചാരങ്ങളിൽ, സമ്പ്രദായങ്ങളിൽ ഒതുങ്ങി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാം മനുഷ്യന്റെ ആനുകാലികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവരെ പ്രയാസപ്പെടുത്തുന്നു. ഇസ്ലാമിന്റെ ബദലായിട്ട് ലോകത്ത് പലതും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കമ്മ്യൂണിസവും മുതലാളിത്തവും സോഷ്യലിസവും ഇങ്ങനെ തുടങ്ങി ലോകത്ത് പല ഘട്ടങ്ങളിൽ പല ബദലുകൾ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ അവയെല്ലാം അവയുടെ ഈറ്റില്ലങ്ങളിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് പടിഞ്ഞാറിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം ലോകത്ത് പരാജയപ്പെട്ടു പോയി എന്ന് കാണാം. പടിഞ്ഞാറ് സാങ്കേതിക വിദ്യയിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഐഡിയോളജി സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അവരനുഭവിക്കുന്ന പ്രയാസം. ജീവിതം തികച്ചും യാന്ത്രികമായിട്ട് മാറിപ്പോയി. അതേസമയത്ത് ധാർമ്മികതയ്ക്കും സദാചാര ബോധത്തിനും പ്രസക്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറി. ആ ഒരു ശൂന്യതയിൽ നിന്ന് പിന്നെ അവർ ആൾദൈവങ്ങളിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും ഹിപ്പിസത്തിലേക്കും ഒക്കെ വഴിമാറി പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ സന്നദ്ധമാകാതെ മാറി നിൽക്കുന്നു. ഇസ്ലാം ചലനാത്മകമായ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ കേവലം ജന്മം കൊണ്ട് അവിചാരിതമായിട്ട് ഞാനിതിൽ വന്നു പെട്ടുപോയതല്ല. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ എന്നെ ഈ ദീനിലേക്ക് തെരഞ്ഞെടുത്തതാണ് എന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവേണ്ടതല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദീനിനെ കുറിച്ച്
പഠിക്കുവാനും അറിയുവാനുമുള്ള ശ്രമം നാം നടത്തേണ്ടിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള തുറപ്പ് ഷീറ്റുകൾ ഒരിക്കലും നമ്മെ ബാധിക്കുന്ന ഒന്നായിരിക്കില്ല. നാം പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യൂ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇതുതന്നെയല്ലേ പടച്ചതമ്പുരാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയത് എന്ന് നിലക്ക് നമുക്ക് ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവും. അതിനാൽ അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ അടിത്തറയിൽ നിന്ന് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നാം തീരുമാനമെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗമായതിൽ അഭിമാനം കൊള്ളുന്നവരായി ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരെയും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദ 54-ാമത്തെ ആയത്തിൽ 5 കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ദീനിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന 5 കാര്യങ്ങൾ. അതിലൊന്ന് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും, അല്ലാഹുവെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമായി മാറുക എന്നതാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവെ ഇഷ്ടപ്പെടുന്ന വിഭാഗമാവുക. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, രണ്ടാമത്തേത് മുഅ്മിനീങ്ങളോട് ഏറെ വിനയാന്യതരായി എഴുതിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരാവുക. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, മൂന്നാമത്തേത് അവിശ്വാസികളോട് തികച്ചും ധീരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക. ആർജവമുള്ള പ്രതാപത്തിന്റെ ഇസ്സത്തിന്റെ നിലപാടുമായിട്ട് തലകുനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുക. നാലാമത്തേത് യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കർമ്മനിരതരാവുക. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടാകാം, പേന കൊണ്ടാകാം, പെരുമാറ്റം കൊണ്ടാകാം. ഏത് തലത്തിലാണോ നമുക്ക് ദീനിനെ പ്രതിനിധീകരിക്കാൻ കഴിയുക ആ അർത്ഥത്തിൽ ദീനിന്റെ വക്താക്കളാവുക. അഞ്ചാമത്തേത് വലാ യഖാഫൂന ലൗമത ലാഇം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതിരിക്കുക. ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ തികച്ചും ആദർശത്തിന്റെ മാർഗത്തിൽ നല്ല മനക്കരുത്തോടെ ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് അത്. ആ ഒരു നിലവാരത്തിലേക്ക് നാം എപ്പോൾ എത്തിച്ചേരുന്നുവോ തീർച്ചയായും അന്ന് നമുക്കത് അനുഭവിക്കാൻ കഴിയും. ആ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും, അമേരിക്കൻ പ്രസിഡന്റ് സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ സൗദി രാജാവ് സൽമാൻ രാജാവ് സ്വീകരിച്ച ഉടനെ സൽമാൻ രാജാവ് പ്രോട്ടോകോൾ ലംഘിച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. എങ്ങോട്ടാ പോയത്? നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇന്നത്തെ അമേരിക്കൻ പത്രങ്ങളിൽ മുഖ്യ വാർത്തയാണത്. അതേസമയത്ത് നമ്മുടെ രാജ്യത്ത് അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ ഇവിടുത്തെ സകല പണക്കാരും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആരാധനയും എല്ലാം മാറ്റിവെച്ചിട്ട് ക്യൂവിൽ നിൽക്കുന്ന ചിത്രവും നിങ്ങൾ കണ്ടിരിക്കും. ഇത് രണ്ടും 2 അവസ്ഥകളാണ്. അതിനെക്കുറിച്ചുള്ള പല കമന്റുകളും ഒന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിലൊരു സന്ദേശമുണ്ട്. എല്ലാറ്റിലും വലുത് അല്ലാഹു തന്നെയാണ് എന്ന വലിയൊരു തിരിച്ചറിവാണത് എന്ന് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ വാഹകരായി ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പഠിച്ചവനെ ദീനിന്റെ മാർഗത്തിൽ അതിന്റെ തെളിമയാർന്ന ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ധീരമായി മുന്നേറുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുന്നവനെ ദീനിനെ കാര്യമായി വായിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട്
മനസ്സിലാക്കിക്കൊണ്ട് ദീനിനോടൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങളുടെ മനസ്സുകളെ പാകപ്പെടുത്തേണ്ടതാണ്. പടച്ചവനെ, ദീനിനെതിരെയുള്ള എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടി മുന്നേറുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കാവുന്നതാണ്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കാവുന്നേ. ഒരുപാട് പേര് രോഗികളായ പലരുടെ കാര്യത്തിലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോടും പലരും വസിയത്ത് ചെയ്യുന്നുണ്ടാകും. പടച്ചവനെ, ആ സഹോദരികളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കാവുന്നേ. പടച്ചവനെ, രോഗങ്ങൾ, മനപ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമൂഹികമായ ബുദ്ധിമുട്ടുകൾ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാര്, വാപ്പമാര്, സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف